ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ ഹെൽത്തി ടോക്ക് സീരീസിലെ വേറൊരു എപ്പിസോഡുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ എപ്പിസോഡിൽ നമ്മൾ ഹെയർ കെയർ റൂട്ടീനെ പറ്റിയാണ് സംസാരിക്കുന്നത്. നമ്മുടെ സ്കിൻ ഹെൽത്തും അല്ലെങ്കിൽ ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെയാണ് നമ്മുടെ ഹെയറും നമ്മൾ നോക്കേണ്ടത്. അതൊരു റൂട്ടീനായിട്ട് ചെയ്താലേ ഉള്ളൂ അതിനൊരു എഫക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതെങ്ങനെ ചെയ്യാം, അതെന്തിനു ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് സംസാരിക്കാം. ആദ്യമായിട്ട് ഇമ്പോർട്ടൻസ് ഓഫ് ഹെയർ കെയർ റൂട്ടീൻ. നമ്മുടെ ഹെയർ കെയർ ഒരു റൂട്ടീൻ പോലെ ചെയ്യുന്നത് കൊണ്ടുള്ള ഇമ്പോർട്ടൻസ് എന്താണ്? ഫസ്റ്റ് വൺ ഈസ് മെയിൻറ്റെയിനിങ് ഹെയർ ഹെൽത്ത്. അതായത് നമ്മൾ റെഗുലറായിട്ട് ഹെയർ കെയർ റൂട്ടീൻസ്, അതായത് വാഷ് ചെയ്യുക, കണ്ടീഷൻ ചെയ്യുക, സെറംസ് ഉപയോഗിക്കുക, അങ്ങനെ റൂട്ടീൻ പോലെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കാം. അത് നമ്മുടെ ഹെയറിൻ്റെ ഹെൽത്തിന് നല്ലതാണ്, ഡാമേജ് ഒന്നും ഉണ്ടാവില്ല. ദ നെക്സ്റ്റ് വൺ ഈസ് എൻഹാൻസിങ് അപ്പിയറൻസ്. അതായത് നമ്മുടെ ഹെയർ നല്ല അപ്പിയറൻസിന് പറ്റിയ നല്ലൊരു എൻഹാൻസ്ഡ് അപ്പിയറൻസ് ആണെങ്കിൽ നമ്മുടെ സെൽഫ് കോൺഫിഡൻസും നല്ലതാണ്. അതിനും നമുക്ക് സെൽഫ് എസ്റ്റീമിനും അതൊരു ബൂസ്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടും നമ്മൾ ഹെയർ കെയർ ചെയ്യണം. ദെൻ പ്രിവെൻറ്റിങ് ഡാമേജ്. അതായത് പ്രോപ്പർ ഹെയർ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ, അതായത് ഹെയർ പ്രാക്ടീസ് എന്ന് ഉദ്ദേശിക്കുന്ന നമ്മൾ UV പ്രൊട്ടക്ഷൻ, ഹീറ്റ് പ്രൊട്ടക്റ്റൻ, നമ്മൾ എക്സസീവായിട്ട് ഹീറ്റ് സ്റ്റൈലിംഗ് ഒക്കെ ഒഴിവാക്കാം. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹെയറിൻ്റെ ഡാമേജിൽ നിന്ന് നമുക്ക് ഒഴിവാകാൻ പറ്റും. പിന്നെ പ്രൊമോട്ടിങ് ഗ്രോത്ത്. അതറിയാലോ, റൂട്ടീൻ പോലെ നമ്മൾ ഹെയർ കെയർ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഹെയർ ഗ്രോത്തിനും സഹായിക്കും. ദെൻ മാനേജിങ് സ്കാൽപ്പ് ഹെൽത്ത്. സ്കാൽപ്പിൽ വരുന്ന ഇഷ്യൂസും നമ്മുടെ ഹെയർ ഗ്രോത്തിന് തടസ്സമാണ്, ഡാൻഡ്രഫ് പോലെയുള്ള. അപ്പോൾ അതും ഒരു റൂട്ടീൻ പോലെ ഹെയർ കെയർ ചെയ്യുവാണെങ്കിൽ അതും മാറിക്കിട്ടും. ദെൻ പ്രിവെൻറ്റിങ് സ്കാൽപ്പ് ഡിസോർഡേഴ്സ്. അതായത് സ്കാൽപ്പ് ഹെൽത്ത് തന്നെ, സ്കാൽപ്പിൽ വരുന്ന ഡിസോർഡേഴ്സാണ് ഒന്ന് നമ്മുടെ ഡാൻഡ്രഫൊക്കെ. ദെൻ പേഴ്സണൽ ഹൈജീൻ. അതായത് നമ്മുടെ ഹെയർ ഗ്രൂം ചെയ്ത് വെക്കുന്നത് നമ്മുടെ ഒരു പേഴ്സണൽ ഹൈജീൻ്റെ ഭാഗം തന്നെയാണ്. നമ്മുടെ ബാക്കിയുള്ള ഹാൻഡ്, ഫേസ് ഒക്കെ മാത്രം നമ്മൾ കെയർ ചെയ്താൽ പോലും നമ്മുടെ ഹെയറും കെയർ ചെയ്യുന്നത് നമ്മുടെ ഒരു പേഴ്സണൽ ഹൈജീൻ്റെ ഭാഗമായിട്ടാണ്. ദെൻ കൾച്ചറൽ ആൻഡ് സോഷ്യൽ സിഗ്നിഫിക്കൻസ്. ഇത് ഞാൻ വലുതായിട്ട് പറയുന്നില്ല, കാര്യം ചില ഫാമിലിയിൽ മുടി വേണം എന്ന് നിർബന്ധമുള്ള ഫാമിലിയൊക്കെ അല്ലേ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ടവർക്ക് എടുക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഹെയർ കെയർ റൂട്ടീൻ്റെ ഇമ്പോർട്ടൻസ്. ഹെയർ കെയർ റൂട്ടീനിൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അണ്ടർസ്റ്റാൻഡിങ് ഹെയർ ടൈപ്പ്. അതായത് നമ്മളിപ്പോൾ നമ്മുടെ ഹെയറാണ് ഇപ്പോൾ ഒരു കെയർ പോലെ നമ്മൾ ശ്രദ്ധിക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ ഹെയർ ടൈപ്പാണ് നമ്മൾ ആദ്യം തിരിച്ചറിയുന്നത്. പല ടൈപ്പ് ഹെയർ ഉണ്ട്: സ്ട്രെയിറ്റ് ഹെയർ, കേളി ഹെയർ, വേവി ഹെയർ. ഇതിലും വേറെ വെറൈറ്റി ഓഫ് ടൈപ്സ് ഉണ്ട്. ഇപ്പം ഞാൻ 3 സ്പെസിഫിക് ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള 3 ടൈപ്പ് പറഞ്ഞെന്നുള്ളൂ. ഇതിനനുസരിച്ച് വേണം എന്നിട്ട് നമ്മൾ കെയർ ചെയ്യാനായിട്ട്. അതിപ്പോൾ നമ്മളിപ്പോൾ സ്ട്രെയിറ്റ് ഹെയർ ആണ് നമ്മൾ ചൂസ് ചെയ്യണമെങ്കിൽ സ്ട്രെയിറ്റ് ഹെയറിന് പറ്റിയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യുക. ആൻഡ് യൂസ് ലൈറ്റ് വെയ്റ്റ് വോളിയമൈസിങ് പ്രൊഡക്ട്സ് ടു എൻഹാൻസ് ബോഡി ആൻഡ് ഷൈൻ. അധികം ഡീറ്റാംഗ്ലിങ് ഒന്നും വരാത്തൊരു ടൈപ്പ് ഹെയർ ആണ് സ്ട്രെയിറ്റ് ഹെയർ. അപ്പോൾ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ്, വോളിയം തോന്നിക്കുന്ന പ്രൊഡക്ട്സ് യൂസ് ചെയ്യാം. ഹെവി ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒഴിവാക്കുക. അതായത് ഡൗൺ ചെയ്ത് ഹെയറിനൊന്നും കൂടി ഡൗൺ ആക്കി വെക്കുന്ന പ്രൊഡക്ട്സ് ഒഴിവാക്കുക സ്ട്രെയിറ്റ് ഹെയർ ആണെങ്കിൽ. ദെൻ കേളി ഹെയർ ആണെങ്കിൽ ഡീപ്പ് കണ്ടീഷൻ റെഗുലർലി ആൻഡ് യൂസ് പ്രൊഡക്ട്സ് റിച്ച് ഇൻ മോയ്സ്ചർ ആൻഡ് കേൾ ഡിഫൈനിങ് ഇൻഗ്രീഡിയൻസ്. അതായത് കേളി ഹെയറിന് സത്യത്തിൽ നല്ലൊരു ഡീപ്പ് കണ്ടീഷൻ ആവശ്യമാണ്. നമ്മൾ ഷാമ്പൂവിനേക്കാളും കൂടുതൽ കൺസിസ്റ്റൻസിയിൽ നമ്മൾ കണ്ടീഷൻ ചെയ്യണം. ആൻഡ് ഫിംഗർ ഡീറ്റാംഗ്ലിംഗ് ആൻഡ് ജെൻറ്റിൽ ഹാൻഡ്ലിംഗ് പ്രിവെൻറ്റ് ബ്രേക്കേജ്. കൂടുതൽ ഡീറ്റാംഗ്ലിംഗ് വരുന്ന ഒരു ഹെയറാണ് കേളി. അപ്പോൾ അത് ഫിംഗർ കൊണ്ട് ആദ്യം ചെയ്യാം. ദെൻ വേവി ഹെയർ. മോയ്സ്ചർ ടു ഡിഫൈൻ വേവ്സ് ആൻഡ് മിനിമൈസ് ഫ്രിസ്. യൂസ് കേൾ എൻഹാൻസിങ് പ്രൊഡക്ട്സ് ആൻഡ് ടെക്നിക്സ് ലൈക്ക് ഡിഫ്യൂസിങ് ടു മെയിൻറ്റെയിൻ വേവ് പാറ്റേൺ. അതായത് വേവി ഹെയർ ഉപയോഗിക്കുമ്പോൾ കേളി ഹെയറിൻ്റെ അത്രയും മോയ്സ്ചറൈസിങ് കണ്ടൻറ്റ് ഇല്ലാത്ത പ്രൊഡക്ട്സ് ആണെങ്കിലും അത്യാവശ്യം മോയ്സ്ചറൈസിങ് കണ്ടൻറ്റ് വേണം. നമ്മുടെ വേവ്സ് ഒക്കെ നന്നായിട്ട് ഡിഫൈൻ ചെയ്ത് നിൽക്കുന്ന ടൈപ്പായിരിക്കണം നമ്മൾ ചെയ്യുന്ന കെയർ. ആൻഡ് വേവ്സും നമ്മുടെ ഫ്രിസും കുറയ്ക്കാൻ പറ്റുന്ന പ്രോഡക്ട്സ് യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ വേവ് പാറ്റേണും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ 3 ഹെയർ ടൈപ്പാണ് സ്പെസിഫിക്കായിട്ട് എടുത്തു പറയേണ്ട ഹെയർ ടൈപ്പ്. പിന്നെ എനിക്ക് പേഴ്സണലി കൂടുതൽ കെയർ വേണം എന്ന് തോന്നിയിട്ടുള്ളൊരു ഹെയർ ടൈപ്പ് കേളി ഹെയർ ആണ്. കൂടുതലും കെട്ടുപിടിക്കുന്നതും കൂടുതൽ ഹെയർ ലോസ് ഉണ്ടാകുന്നത്, ഈ ഡീറ്റാംഗ്ലിങ് ചെയ്യുമ്പോൾ ഹെയർ ലോസ് ഉണ്ടാകുന്നതൊക്കെ കേളി ഹെയർ ആണ്. അപ്പോൾ കേളി ഹെയർ ഉള്ളവർ അതിനനുസരിച്ചുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവാം.
നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എസെൻഷ്യൽസ് ഫോർ ഹെയർ കെയർ. ഞാനിവിടെ കെയർ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, കാര്യം നമ്മൾ ഹെയർ കെയർ റൂട്ടീനെ പറ്റിയാണല്ലോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹെയർ കെയറിന് നമ്മുടെ കയ്യിൽ വേണ്ട എസെൻഷ്യൽസ് അല്ലെങ്കിൽ എന്തൊക്കെ എസെൻഷ്യൽ പ്രാക്ടീസാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതൊരു റൂട്ടീൻ പോലെ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. നമ്മൾ വെറുതെ ഒന്നുമില്ലാതെ ഒരു ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്തിട്ട് കാര്യമില്ല. നമ്മുടെ കയ്യിൽ ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യാനുള്ള എസെൻഷ്യൽസ് വേണം. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഹെയർ കെയർ എസെൻഷ്യൽസ് എന്ന് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് ഷാംപൂ. ഷാംപൂ ഉപയോഗിക്കാതെ ഒരു കെയറുള്ള, ഡെയിലി ഷാംപൂ ഉപയോഗിക്കാൻ പാടില്ലെങ്കിലും ഷാംപൂ ഇസ് ആൻ എസെൻഷ്യൽ വൺ. ചൂസ് സൾഫേറ്റ് ഫ്രീ ഷാംപൂ ദാറ്റ് ക്ലെൻസസ് വിതൗട്ട് സ്ട്രിപ്പിംഗ് നാച്ചുറൽ ഓയിൽസ്. അതായത് ഒരു മുടിയുടെ നാച്ചുറൽ ഓയിൽ നഷ്ടപ്പെടാതെ ക്ലെൻസ് ചെയ്യാൻ പറ്റിയ ഷാംപൂ ഉപയോഗിക്കാം. അത് നമ്മുടെ ഹെയർ ടൈപ്പിനനുസരിച്ച് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. എക്സാമ്പിൾ, ഡ്രൈ ഹെയറിനാണെങ്കിൽ മോയ്സ്ചറൈസ് കണ്ടന്റ് ഉള്ള ഷാംപൂ, ഫൈൻ ഹെയർ ആണെങ്കിൽ വോളിയം കൂടാനുള്ളത്. ആൻഡ് ദെൻ കണ്ടീഷണർ. യൂസ് കണ്ടീഷണർ ദാറ്റ് മാച്ചസ് യുവർ ഹെയർ ടൈപ്പ്. ഷാംപൂ പോലെ തന്നെ ഹെയർ ടൈപ്പ് മാച്ച് ചെയ്തിട്ടുള്ള കണ്ടീഷണറും ഉപയോഗിക്കുക. ഡ്രൈ ഹെയറിനാണെങ്കിൽ ലൈറ്റ് വെയ്റ്റും ഡ്രൈ ഹെയറിനാണെങ്കിൽ ഹൈഡ്രേറ്റിങ്ങും, ലൈറ്റ് വെയ്റ്റ് ഹെയറിനാണെങ്കിൽ ഫൈൻ ഹെയറിനാണെങ്കിൽ ലൈറ്റ് വെയ്റ്റ് കണ്ടീഷണറും ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. മിഡ് ലെങ്ത് തൊട്ട് എൻഡ് വരെയാണ് ഉപയോഗിക്കേണ്ടത്. വീക്കിലി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ദെൻ ലീവ് ഇൻ കണ്ടീഷണർ ഓർ ഡീടാംഗ്ലർ. അതായത് നമ്മൾ ഷാംപൂ ആൻഡ് ആഫ്റ്റർ കണ്ടീഷനിങ് ചെയ്യുമ്പോൾ അത് നമ്മൾ വാഷ് ഓഫ് ചെയ്ത് കളയും. പക്ഷേ ലീവ് ഇൻ കണ്ടീഷണർ ഓർ ഡീടാംഗ്ലർ എന്ന് പറഞ്ഞാൽ നമ്മൾ വാഷ് ചെയ്ത് കളയില്ല. നമ്മൾ നമ്മുടെ മുടിയിൽ വരുന്ന കെട്ട് മാറ്റാനും ഒന്ന് മോയ്സ്ചറിങ് കണ്ടന്റ് നിലനിർത്താനുമാണ് ചെയ്യുന്നത്. കൂടുതൽ ഇത് കേളി ഹെയറിനാണ് കൂടുതലും ആപ്റ്റ് ആൻഡ് യൂസബിൾ. ദെൻ നമ്മൾ ഹെയർ ഓയിൽ ഓർ ഹെയർ സെറമിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഹെയർ ഓയിൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മളുടെ ഹെയർ ഗ്രോത്തിന് സ്കാൽപ്പ് ഓയിലും ഉണ്ട്, അല്ലാതെ നമ്മൾ ഓയിലും. പക്ഷെ നമ്മൾ സ്കാൽപ്പിലായിരിക്കണം ഹെയർ ഓയിൽ യൂസ് ചെയ്യേണ്ടത്. ഹെയർ സെറം നമ്മുടെ ലെങ്ത്തിലും ആയിരിക്കണം. ഹെയർ ഓയിൽ നമ്മൾ സ്കാൽപ്പിൽ ഉപയോഗിക്കുന്ന ഹെയർ ഗ്രോത്തിന് സഹായിക്കുമെങ്കിൽ ഹെയർ സെറം ഫ്രിസ് ഫ്രീ ആയിട്ടിരിക്കാനായിട്ടും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനും സഹായിക്കും. ദെൻ ഹെയർ ഓയിൽ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് ഹീറ്റ് പ്രൊട്ടക്റ്റൻ്റ് ആണ്. അതായത് നമ്മൾ പല ടൈപ്പ് സ്റ്റൈലിങ്ങും എന്തെങ്കിലും ഫങ്ഷനൊക്കെ വരുമ്പോൾ നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യും. അതിനുള്ള ടൂൾസും ഉണ്ട്. ആ ടൂൾസ്, അതായത് ബ്ലോ ഡ്രയർ പോലുള്ള അല്ലെങ്കിൽ ഹെയർ ഡ്രയറോ ബ്ലോ ഡ്രയറോ പോലുള്ള ടൂൾസ് ഉപയോഗിക്കുന്നതിന് മുന്നേ നമ്മൾ ഹീറ്റ് പ്രൊട്ടക്റ്റൻ്റ് സ്പ്രേയോ സെറമോ എന്തെങ്കിലും നമ്മുടെ ഹെയറിൽ യൂസ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അത് ഹെയറിന് ഡാമേജ് വരുത്തും. ദെൻ വൈറ്റ് ടൂത്ത് കോം ഓർ ഡീടാംഗ്ലിംഗ്. അതായത് നമ്മൾ ഹെയർ ബ്രഷ് ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നമ്മുടെ മുടിയിൽ കെട്ട് വരുമ്പോൾ അത് കെട്ട് കളയാനാണെങ്കിലും നമ്മൾക്ക് ബ്രേക്കേജ് ഉണ്ടാക്കുന്ന ടൈപ്പ് ബ്രഷ് യൂസ് ചെയ്യരുത്. ഓർ വൈറ്റ് ടൂത്ത് അല്ലെങ്കിൽ വുഡൻ കോമ്പ് ഉപയോഗിക്കാം. അത് വെറ്റ് ഹെയറിൽ ഉപയോഗിക്കാനും പാടില്ല, അത് ബ്രേക്കേജിന് സാധ്യത ഉണ്ടാക്കും. സോ അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദെൻ വീക്കിലി ഹെയർ മാസ്ക് ഓർ ഡീപ്പ് കണ്ടീഷനിങ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഹെയർ മാസ്കും ഡീപ്പ് കണ്ടീഷനിങ്ങും വീക്കിലി മാത്രം ചെയ്യാം. പ്രൊവൈഡ്സ് ഇൻറ്റൻസ് ഹൈഡ്രേഷൻ ആൻഡ് റിപ്പയർ. യൂസ് വൺസ് എ വീക്ക് ടു മെയിൻറ്റെയിൻ മോയ്സ്ചർ ബാലൻസ് ആൻഡ് സ്ട്രെങ്തൻ ഹെയർ. ഇത് വീക്കിൽ ഒരു പ്രാവശ്യം മാത്രം ഉപയോഗിക്കുക, കൂടുതൽ ഉപയോഗിക്കാനും പാടില്ല. എല്ലാ വീക്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഉപയോഗിക്കുകയും വേണം. അതാണ് വീക്ക്ലി ഹെയർ മാസ്ക് ഓർ ഡീപ്പ് കണ്ടീഷനിങ്. ദെൻ നമ്മൾ അടുത്ത എന്താണെന്ന് നോക്കാം. ഹെൽത്തി ഡയറ്റ് ആൻഡ് ഹൈഡ്രേഷൻ. എസെൻഷ്യൽ ഫോർ ഓവറോൾ ഹെയർ ഹെൽത്ത് ആൻഡ് ഗ്രോത്ത്. അതായത് ഒരു ഹെൽത്തി ഡയറ്റും നമ്മുടെ ബോഡി ഹൈഡ്രേഷനും ഹെൽത്തി ഹെയറിന് വളരെ അത്യാവശ്യമാണ്. കൺസ്യൂം ഫുഡ് ഇൻ റിച്ച് ഇൻ വിറ്റമിൻസ്, മിനറൽസ് ആൻഡ് പ്രോട്ടീൻസ്. അതായത് പ്രോട്ടീനും മിനറൽസും വിറ്റമിൻസും ഒക്കെ റിച്ച് ആയിട്ടുള്ള ഫുഡ് ലൈക്ക് ഫിഷ്, നട്ട്, ലീഫി ഗ്രീൻസ് ഉപയോഗിക്കുക. കൂടുതൽ വെള്ളം കുടിക്കേണ്ടതും അത്യാവശ്യമാണ്. ഇത് കൂടുതൽ ശ്രദ്ധിക്കണം. നമ്മുടെ ഫുഡും ഒരു പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നുണ്ട്. നമ്മൾ പുറമെ എന്തെങ്കിലും തേക്കുന്നത് മാത്രമല്ല, നമ്മുടെ ഫുഡും ഹെയറിന് വളരെ അത്യാവശ്യമാണ്. വാട്ടറും എത്രയധികം ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ പറ്റുമോ അത്രയും നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കണം. കൂടുതൽ ലീഫി ഗ്രീൻസ് എന്ന് ഉദ്ദേശിച്ച ലീഫി വെജിറ്റബിൾസ് കഴിക്കുക, അതാണ് ചെയ്യേണ്ടത്.
പിന്നെ വിറ്റമിൻസ്, എഗ്ഗും ഫിഷും നട്ട്സും ഒക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഇനി നമ്മൾ ഹെയർ ഹാബിറ്റ്സിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. ഹെയർ ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ഹാബിറ്റാണോ നമ്മൾ തുടർച്ചയായിട്ട്, അല്ലെങ്കിൽ ഒരു ഫങ്ഷന് പോകാൻ വേണ്ടി കുറച്ച് നേരം, അല്ലെങ്കിൽ നാളത്തെ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു ഹെയർ കെയർ ചെയ്യുക, അങ്ങനെയല്ല. നമ്മളൊരു ഹാബിറ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന അതായിരിക്കും നമ്മുടെ ഹെയറിൽ പ്രതിഫലിക്കുന്നത്. അപ്പോൾ ഹെയർ ഹാബിറ്റ്സ് എന്തൊക്കെ നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും, എന്തൊക്കെ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്തണം. ദ ഫസ്റ്റ് വൺ ഈസ് മെയിൻറ്റെയിൻ ഡെയിലി ആൻഡ് വീക്ക്ലി ഹെയർ പ്രാക്ടീസസ്. ഇതിൽ ഡെയിലി എന്ന് ഉദ്ദേശിക്കുന്നത് ഹെയർ വാഷിങ്ങോ ഹെയർ ഓയിലിങ്ങോ ആണ്. പക്ഷേ വീക്ക്ലി ഹെയർ കെയർ ഉദ്ദേശിക്കുന്നത് അതെന്നും നമുക്ക് ഹെയറിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, അത് വീക്കിലി മാത്രം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിൽ ഉൾപ്പെടുന്നതാണ് നമ്മൾ ഹെയറിൽ എന്തെങ്കിലും ഹെയർ പാക്ക് ഇടുകയോ നമ്മൾ ഷാംപൂ ചെയ്ത് കഴുകുകയോ ഡീപ്പ് കണ്ടീഷനിങ് ഒക്കെ വീക്കിലി വരുന്ന കാര്യം. അത് നമ്മൾ ഒരിക്കലും ഡെയിലി ചെയ്യരുത്. ഇനി ദെൻ സെക്കൻഡ് വൺ ഈസ് പ്രൊട്ടക്റ്റീവ് ആൻഡ് പ്രിവെൻറ്റീവ് മെഷേഴ്സ്. ഇതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മൾ ഹീറ്റിംഗ് ടൂൾസ് ഒക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും അതിനനുസരിച്ച് ഹീറ്റ് പ്രൊട്ടക്റ്റൻറ്റോ അല്ലെങ്കിൽ ഹീറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന വേറെ ഹെയർ സിറംസോ എന്തെങ്കിലും യൂസ് ചെയ്യാം. അതിനെയാണ് പ്രൊട്ടക്റ്റീവ് ആൻഡ് പ്രിവെൻറ്റീവ്. പ്രിവെൻറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്ന ഡാൻഡ്രഫ് ഒക്കെ വരുന്നതിന് മുന്നേ സ്കാൽപ്പിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ഹോം റെമഡീസ് എന്തെങ്കിലും വന്ന് അത് പ്രിവെൻറ്റ് ചെയ്യുക, ഡാൻഡ്രഫ് വരലൊക്കെ പ്രിവെൻറ്റ് ചെയ്യുക. ദെൻ ദ തേർഡ് വൺ ഈസ് ന്യൂട്രീഷൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ. ഇത് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ ഞാനിത് പറഞ്ഞതാണ്, എന്നാലും ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട ഒരു ഹാബിറ്റ് ആയിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ബാലൻസ്ഡ് ഡയറ്റാണ് ഫസ്റ്റത്തെ കാര്യം. ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ്, നമ്മൾ എത്ര നാൾ മുടി സംരക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അത്രയും നാൾ ഡയറ്റും എടുക്കുക. അത് പ്രത്യേകിച്ച് വലിയ പട്ടിണി കിടക്കണമെന്നല്ല. സീഡ്സും നട്ട്സും ഹെയറിന് വേണ്ട ന്യൂട്രീഷൻ ഉൾപ്പെടുത്തി നിങ്ങൾ ഫുഡ് കഴിക്കുക, കൂടുതൽ വെള്ളം കുടിക്കുക, നിങ്ങളുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുക, ജങ്ക് ഫുഡ് ഒഴിവാക്കുക. ഇനി നമ്മൾ ഔട്ട്ലൈൻ ഹെയർ കെയറിനെ പറ്റി പറഞ്ഞു. ഇനി നമുക്ക് ഈ ഔട്ട്ലൈൻ നോക്കാം. ഇതിലാണ് നമ്മൾ ഒറ്റയടിക്ക് നമ്മളൊരു ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു ഔട്ട്ലൈനാണ്. ഇതിൽ ഫസ്റ്റ് വൺ ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് ഹെയർ കെയർ. അതായത് നമ്മൾ ആദ്യം തന്നെ നമ്മളത് മനസ്സിലാക്കുക, എന്താണ് ഈ ഹെയർ കെയർ ചെയ്യുന്നത് കൊണ്ടുള്ള ഉദ്ദേശം, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ്, എന്ത് കിട്ടും നമുക്ക് ഹെയർ കെയർ ചെയ്തുകൊണ്ട്, എന്ത് കിട്ടും, പെട്ടെന്ന് അങ്ങോട്ട് മുടി വളയോ, അത് ആദ്യം മനസ്സിലാക്കുക, ഹെയർ കെയറിൻ്റെ ഇമ്പോർട്ടൻസ്. ദെൻ അണ്ടർസ്റ്റാൻഡിങ് ഹെയർ ടൈപ്പ്. ഓരോരുത്തരുടെയും ഹെയർ ടൈപ്പും വ്യത്യസ്ത തരമാണ്, അത് നമ്മൾ നേരത്തെ സംസാരിച്ചു. അപ്പോൾ അവരവരുടെ ഹെയർ ടൈപ്പ് അനുസരിച്ച് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക, പിന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് അവരവരുടെ ഹെയർ ടൈപ്പിന് പറ്റിയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ എസെൻഷ്യൽസ് ഫോർ ഹെയർ കെയർ, അത് കണ്ടുപിടിക്കുക. എന്തൊക്കെ സാധനങ്ങൾ, സെറംസ്, ഹെയർ ഓയിൽസ്, കോമ്പ്, എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഹെയറിന് എന്തൊക്കെ വേണം, അവരവരുടെ ഹെയറിന് പറ്റിയിട്ടുള്ള ഷാംപൂ, കണ്ടീഷണർ, അതെല്ലാം നമ്മൾ എടുത്ത് വയ്ക്കുക. ദെൻ ഹെൽത്തി ഹെയർ ഹാബിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുക, അത് റെഗുലറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ദെൻ കറക്റ്റ് ഇത്രയും സമയം കഴിയുമ്പോൾ ഹെയർ ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുക. ആൻഡ് ഹെയറിന് വേണ്ട ന്യൂട്രീഷൻ ആൻഡ് ഹൈഡ്രേഷനും കൊടുക്കുക. ഇതെല്ലാം നമുക്ക് അവരവരുടെ ഹെയറിന് പറ്റിയിട്ടുള്ള രീതിയിലാണ് ചെയ്യേണ്ടത്. നമ്മൾ ഹെയർ കെയർ അല്ലെങ്കിൽ ഹെയർ കെയർ റൂട്ടീനൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഹെയർ ടൈപ്പ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക ആദ്യം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ചിലപ്പോൾ വേവി ഹെയറിന് പറ്റുന്നത് സ്ട്രെയിറ്റ് ഹെയറിന് പറ്റണം എന്നില്ല. പിന്നെ കുറച്ച് തിക്കായിട്ടുള്ള ഹെയറിന് പറ്റുന്നത് ഭയങ്കര സ്കിന്നി ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയ്ക്ക് തിക്നെസ് ഇല്ലാത്ത ഹെയറിന് പറ്റണം എന്നില്ല. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് വേണം ആദ്യം ഹെയർ എങ്ങനത്തെ ഹെയർ ആണ്, അത്രയ്ക്ക് തിക്കല്ലാത്ത ലൈറ്റ് വെയ്റ്റ് ഹെയർ ആണോ, അതൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഹെയർ റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഹെൽത്തി ടോക്ക് സീരീസിൻ്റെ ഹെയർ കെയർ റൂട്ടീൻ്റെ എപ്പിസോഡ്. ഇതിൽ നമ്മൾ ലാസ്റ്റ് ഔട്ട്ലൈൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവട്ടെ എന്ന് വെച്ചിട്ടാണ്. അതായത് ഇപ്പോൾ ആ ഔട്ട്ലൈൻ എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക്. ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞെങ്കിലും ആ ഔട്ട്ലൈൻ നോക്കിയാൽ തന്നെ മനസ്സിലാവും നമുക്ക് എന്തൊക്കെ ചെയ്യണം. ഒരു ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും എന്തൊക്കെ എവിടെ നിന്ന് തുടങ്ങണം, എവിടെ നിന്ന് അവസാനിക്കണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരു മാസത്തേക്ക് വേണ്ടിയോ ഒരു 2-3 ആഴ്ചകൾക്ക് വേണ്ടിയോ അല്ല നമ്മൾ ഹെയർ കെയർ ചെയ്യേണ്ടത്. നമ്മൾക്ക് എത്ര നാൾ പറ്റുമോ അത്രയും നാൾ ചെയ്യുക. ഒരു ഫംഗ്ഷന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ആവശ്യത്തിന് വേണ്ടിയോ ചെയ്യാതെ നമുക്ക് എത്ര നാൾ ചെയ്യാൻ പറ്റുമോ അത്രയും നാൾ ചെയ്യാം.
അത് കോൺസ്റ്റൻ്റ് ആയിട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ അതിൽ റിസൾട്ട് കിട്ടുള്ളൂ. ഒരു മാസം അല്ലെങ്കിൽ 2-3 ആഴ്ച ചെയ്ത് നോക്കിയിട്ടൊന്നും ആയില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാറ്റാൻ പറ്റില്ല. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.